സൂപ്പർ ലീഗ് കേരളയിൽ സെമി ഉറപ്പിക്കാനായി മലപ്പുറം എഫ്സിയും തിരുവനന്തപുരം കൊമ്പൻസും നേർക്കുനേർ ഏറ്റുമുട്ടും. സെമി ലക്ഷ്യമിടുന്ന ഇരു ടീമിനും ജയം അനിവാര്യമാണ്. ഇതുവരെ ഇരു ടീമിനും ഏറ്റുമുട്ടിയപ്പോഴെല്ലാം സമനിലയിലായിരുന്നു അവസാനിച്ചത്. രാത്രി 7:30-ക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. അയർലൻഡിനെതിരായ രണ്ടാം T20-യിൽ ബംഗ്ലാദേശിന് തകർപ്പൻ ജയം. 4 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് അയർലൻഡിനെ തോൽപ്പിച്ചത്. 171 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശ് 2 പന്തുകൾ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. സ്വന്തം മണ്ണിൽ ഏറ്റവും ഉയർന്ന റൺസ് ചേസ് കൂടിയായിരുന്നു ബംഗ്ലാദേശിന്റേത്. അർദ്ധ സെഞ്ചുറി നേടിയ ബംഗ്ലാദേശ് നായകൻ ലിറ്റൺ ദാസാണ് കളിയിലെ താരം. ജയത്തോടെ പരമ്പരയിൽ ബംഗ്ലാദേശും അയർലൻഡും ഒപ്പത്തിനൊപ്പം എത്തി. ഡിസംബർ 2-നാണ് പരമ്പര നിർണ്ണയിക്കുന്ന അവസാന T20 മത്സരം. IPL-ൽ നിന്ന് പിന്മാറി മുൻ ദക്ഷിണാഫ്രിക്കൻ നായകൻ ഹാഫ് ഡു പ്ലസിസ്. 14 വർഷം വിവിധ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കളിച്ച ശേഷമാണ് താരം IPL-ലെ 19ാം സീസണിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം 2 തവണ കിരീടം നേടിയിട്ടുണ്ട് താരം. CSKയ്ക്ക് പുറമെ റൈസിംഗ് പൂനെ സൂപ്പർ ജയന്റ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്കായും ഹാഫ് പാഡ് അണിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാനായാണ് താരം IPL-ൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഭാവിയിൽ IPL-ലേക്ക് തിരിച്ചു വരുമെന്ന് ഡുപ്ലസി അറിയിച്ചു. ത്രിരാഷ്ട്ര T20 ടൂർണമെന്റിൽ പാകിസ്ഥാൻ ചാമ്പ്യന്മാർ. ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ചാമ്പ്യന്മാരായത്. ലങ്ക ഉയർത്തിയ 115 റൺസ് വിജയലക്ഷ്യം 8 പന്തുകൾ ശേഷിക്കെ മറികടന്നു. 37 റൺസുമായി പുറത്താക്കാതെ നിന്ന ബാബർ അസമിന്റെ പ്രകടനമാണ് പാകിസ്ഥാന് അനായാസ ജയമൊരുക്കിയത്. കാമിൽ മിശ്രയുടെ അർദ്ധ സെഞ്ചുറിയാണ് ആദ്യം ബാറ്റ് ചെയ്ത ലങ്കയെ 100 കടത്തിയത്. മുഹമ്മദ് നവാസാണ് കളിയിലെയും ടൂർണമെന്റിലെയും താരം. സ്പാനിഷ് ലീഗിൽ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി ബാഴ്സലോണ. അലവസിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബാഴ്സ തലപ്പത്തെത്തിയത്. കൗമാരതാരം ലമിൻ യമാൽ ഗോളുമായി കളം നിറഞ്ഞു. ലീഗിൽ കുതിപ്പ് തുടർന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഓവിയോഡയോ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ലീഗിൽ 3-ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയ വഴിയിൽ തിരിച്ചെത്തി മാഞ്ചസ്റ്റർ സിറ്റി. ലീഡ്സ് യുണൈറ്റഡിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മത്സരത്തിൽ ഇരട്ട ഗോളുമായി തിളങ്ങി ഫിൽ ഫോഡൻ. മറ്റൊരു മത്സരത്തിൽ ടോട്ടനത്തെ അട്ടിമറിച്ച് ഫുള്ളാം. 1-2 ഗോളുകൾക്കായിരുന്നു ഫുള്ളാമിന്റെ ജയം. ലീഗിൽ സിറ്റി 2-ാമതും ടോട്ടനം 10-ാം സ്ഥാനത്തുമാണ്.